ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു എരിശ്ശേരി ഉണ്ടാക്കിയാലോ? എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കറുക്കയാണ് എടുക്കേണ്ടത്. കറുക്ക വെച്ചാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. ചേന വെച്ച് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം. പക്ഷേ ഇത് ഞാൻ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് കായാണ് ഉപയോഗിക്കുന്നത്. ഇതിന് കറുക്കായ എന്ന് പറയും. ഇത് ഉണക്കായം കൊണ്ട് ഈ കായ ചെറുതാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ ഈ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഞാൻ അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തോട്ട് 4 കഷ്ണം വെളുത്തുള്ളി, 3-4 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുക്കറിൽ ഇച്ചിരി ഒരുപാട് വെള്ളമല്ല, ഇതിന് നികക്ക വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. പിന്നെ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, 5-6 ചെറിയ ഉള്ളി, പച്ചമുളക്, 2 പച്ചമുളക് ഞാനത് കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ 1 പച്ചമുളക് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിൽ നല്ലതായിട്ട് അരച്ചെടുക്കണം. വെന്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിനകത്ത് ഈ വെള്ളവും എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് ഉടച്ചെടുക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ വാർപ്പിനകത്ത് കടുക് വറുത്ത് ഒഴിച്ചാണ് ഇത് ഉടച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പം കടുകൊന്നും വറക്കുന്നില്ല. മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് ഇത് ഒരുപാട് അങ്ങ് അരച്ച് പോകരുത്, എന്നാൽ അരയുകയും വേണം. ആ രീതി നമുക്കിത് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അല്പം കൂടെ വെള്ളം കൂടെ ചേർക്കാവുന്നതാണ്. ഉപ്പ് നോക്കി ശകലം കൂടെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിപ്പോൾ നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് വറവ് ഒഴിക്കണം. വറവിനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ വേണം, വറ്റൽമുളക് വേണം, 4 കൊച്ചുള്ളി അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പില ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, കടുക് പൊട്ടിച്ച് 2 ജീരകവും കൂടെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇത് വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഞാൻ വറവൊഴിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും വളരെ ടേസ്റ്റിയാണ്. ചിലർ ഇതിനകത്ത് പരിപ്പ് ചേർക്കാനുണ്ട്. പരിപ്പ് ചേർത്താൽ പരിപ്പിൻ്റെ കൂടെ ടേസ്റ്റ് വരും. ചോറുണ്ണാൻ വേറൊരു കറിയും ആവശ്യമില്ല. ചോറ് എരിശ്ശേരി ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ നെയ്യും കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. നമുക്ക് കല്യാണത്തിനൊക്കെ കാണാമല്ലോ എരിശ്ശേരി ഒഴിക്കുമ്പോൾ അതിൻ്റെ പുറകെ നെയ്യെന്നും പറഞ്ഞു വരുന്നത്. എരിശ്ശേരി നെയ്യും കൂടാണ് അതിൻ്റെ കോമ്പിനേഷൻ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ ബായ്.